അതുപോലെ നമ്മൾ പറഞ്ഞപ്പോ ഒരു സ്കൂളിന്റെ കാര്യം പറഞ്ഞു, ഇതാണോ സ്കൂള്? ഇത് പണ്ട് അച്ഛനും അമ്മയും തുടങ്ങിയ സ്കൂളാണ്. അപ്പം അച്ഛനൊരു എഞ്ചിനീയറാ. അപ്പൊ അന്ന് അമ്മ പണിയില്ലാതിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലോട്ടായ ടൈമിൽ ഇതുപോലെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. അപ്പൊ ഇപ്പൊ 44 കൊല്ലമായിട്ട് അത് റൺ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എക്സ്പാൻഡ് ചെയ്ത് വീടിന്റെ ചുറ്റും സ്കൂളായി. വീടിന് സ്ഥലമില്ലാതെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തൊരു സ്ഥലം എടുത്തു. അവിടെ ഇപ്പൊ സ്കൂളുണ്ട്, അങ്ങോട്ട് മാറ്റി. ഇപ്പൊ ഇവിടെ ഇപ്പം നഴ്സറി മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് കോമളപുരത്ത് ഒരു സ്ഥലത്തില്, അവിടെ ഒരു 5 ഏക്കർ സ്ഥലത്തിൽ ഒരു സ്കൂളും കൂടെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കുട്ടികളുണ്ട് ഇപ്പൊ? എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇപ്പൊ മൊത്തം ഏതാണ്ട് 600 സ്റ്റുഡൻസ് ആണ് എല്ലാ സ്കൂളിലും കൂടെ ഉള്ളത്. ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് കൂടി നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തിനൊരു ഇച്ചിരി പരിമിതി ഉള്ളതുകൊണ്ട് ആണ് അവിടുത്തെ സ്ഥലം എടുത്തിട്ട് ചെയ്തത്. അപ്പൊ ഇവിടുന്ന് പിള്ളേരെ അങ്ങോട്ട് ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് കളിക്കാനൊക്കെ ആയിട്ട്. സ്പോർട്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അച്ഛൻ പണ്ട് മുതലേ സ്കൂളിൽ ഒരു ഇത് ചെയ്തിരുന്നത്. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ കുട്ടികള് അല്ലെ, നേച്ചർ, ഫിഷ് എല്ലാം ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലേ? എപ്പോഴും ഈ ഹോളിഡേയ്സിൽ വരുമ്പോഴാണ് ഒരു അനക്കമില്ലാതെ തോന്നുന്നത് വല്ലപ്പോഴും. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ ആളും അനക്കമാണ്. പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മൾ എല്ലാ മരത്തിന്റെ ഫ്രണ്ടിലാണെങ്കിലും എല്ലാത്തിലും ആണെങ്കിലും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടില്ലേ, കാര അല്ലെ? ഇതെന്താ ഇങ്ങനെ എല്ലാത്തിലും? എനിക്ക് തോന്നുന്നു മരത്തിൽ മാത്രമല്ല, നമ്മുടെ ഫിഷിന്റെ ഫ്രണ്ടിലാണെങ്കിലും പേര് എഴുതി വെച്ചിലേക്ക്. എന്താണ് ശരിക്കും ഈ പേര് എഴുതി വെച്ചത്? ഇതൊരു സ്കൂളല്ലേ, അപ്പോഴത്തേക്ക് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ നമ്മളൊരു സാധനം കണ്ടുപഠിക്കും, വിഷ്വലായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് അത് എപ്പോഴും ഓർത്തിരിക്കും. ഇപ്പൊ കാരക്ക നമ്മൾ കൊച്ചില് കഴിക്കുമ്പോഴത്തേക്ക് കാരക്ക അറിയാം, പക്ഷെ അതിന്റെ മരം അറിയത്തില്ല. ഇപ്പോഴത്തേക്ക് ഈ കാരക്ക ഇവിടെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അത് എപ്പോഴും റീകളക്ട് ചെയ്യാൻ പറ്റും. അച്ഛൻ ഈ മരത്തിനോട് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് വീട് വെച്ചപ്പോൾ പോലും മരമൊന്നും വെട്ടാതാണ് വീടൊക്കെ വെച്ചത്, നമ്മുടെ മാക്സിമം വെട്ടാതെ. അപ്പോൾ വീടെങ്ങനെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നതിന്റെ കാരണം അതാണ്, ഇടയ്ക്കൊരു മരം നിൽക്കുന്നതിൻ്റെയൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റേ സ്കൂളിലാണെങ്കിൽ 100ഓളം മരങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാ മരത്തിലും ഇതുപോലെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആണ്, അപ്പൊ അതാണ് കുട്ടികൾക്ക് കാണുമ്പോ അതും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട്. അതും ഒരു ഐഡിയോളജിയാണ് അല്ലെ? കറക്റ്റ്, നമുക്ക് ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പിന്നെ ഓർക്കുമ്പോ ഓക്കെ, നൈസ്. അതുപോലെ ഈ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് ഫുൾ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പൂളുണ്ട്, മിറർ ഉണ്ട്, ലൈക് മൊത്തത്തില് ഒരു ഓവൽ ഷേപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് അത് നമ്മളുടെ ഐഡിയ വെച്ച് വന്നതാണോ അതോ അതിന്റെ ഒരു ഐഡിയ എങ്ങനെയാണ് ആക്ച്വലി? പൂള് ഓവലാക്കാന്ന് വെച്ചു. സ്ക്വയർ ആക്കുമ്പോഴത്തേക്ക് അല്ല, റെക്ടാംഗിൾ ആക്കുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് പോവും. ഇതാകുമ്പോൾ ഇങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ തന്നെ നമ്മുടെ ആർക്കിടെക്ട് വന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഒരുപാട് കൂടും. സത്യമായിരുന്നു പിന്നെ മനസ്സിലായി. ഓരോ സ്ഥലത്തും ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസ്. ആ ഗ്ലാസ് ഒക്കെ കർവ് ചെയ്ത് ചെയ്യാനായിട്ട് മറ്റേ ഒരു 2 times എങ്കിലും എക്സ്പെൻസ് വരും. അങ്ങനെ ഉണ്ട്. ബട്ട് സ്റ്റിൽ വെറുതെ എല്ലാം പെട്ടി കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലല്ലോ, എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, അങ്ങനെ ചെയ്തതാ. ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ഇത് ചെയ്തു, മിറർ ചെയ്തു. അപ്പൊ ഡോറിലും അതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി. ഈ ഡോറിലും എല്ലാ ഡോറിന്റെയും അത് നമ്മൾ അങ്ങനെ ആക്കാൻ റീസൺ ഇത് കാരണം കൊണ്ടാണ്. ഒരു മാച്ചിങ് ആയിട്ടിരിക്കട്ടെ, മാച്ചിങ് ആയിട്ടിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ എന്തായാലും ഇത് സെപ്പറേറ്റ് ചെയ്തതാണല്ലോ. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു എക്സ്പെൻസ് എന്തായാലും കൂടുതലായിക്കല്ലോ. ഇപ്പൊ ഈ ഒരു പൂളിന്റെ മാത്രമായിട്ടുള്ള അവിടുന്ന് ആ ഭാഗത്ത് കാണുന്ന കംപ്ലീറ്റ് പുതിയതായിട്ട് പണിതതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മോളിലേക്ക് കൂടി ഒന്ന് പോയാലോ? മുകളിലേക്ക് ഇവിടെ ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ 2 സ്റ്റെയർ കേസും ഉണ്ട് അല്ലേ? 2 സ്റ്റെയർ കേസിലേക്ക് എവിടേക്ക് വന്നാലും ഇവിടെ തന്നെ ഒന്ന് നിൽക്കാൻ വേണ്ടിട്ട് പൈപ്പൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ മറ്റേ ഇങ്ങനെ പോലെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു അന്ന് തന്നെ, മുതലെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ. പക്ഷെ എന്നാലും 2 സ്റ്റെയർ കേസും അതൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഇങ്ങനെ നോക്കിയിട്ടും ശരിയാകുന്നില്ല. അപ്പൊ പിന്നെ ഒരു ഭംഗി എന്തെങ്കിലും ഇരിക്കട്ടെ, ഓവലാക്കിയത് കൊണ്ട് പിന്നെ ഓവലാക്കി എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ അത് കാരണം ഇതാക്കി. അപ്പൊ ഇത് കർവ് ചെയ്തെടുക്കാനും ഒരുപാട് പാടുപെട്ടു. ഇത് ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഇതുപോലെ പ്രത്യേകിച്ച് ഞങ്ങൾ തന്നെ എങ്ങനെയും ഒക്കെ ചെയ്തതാണ്, ആരെങ്കിലും ഒക്കെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചിട്ട്. അവരൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതല്ല. ആണല്ലേ? ഇപ്പൊ ഇത് തന്നെ ഇതെന്താ ശരിക്കും? അക്രിലിക് ആണ്, അതിന്റെ അകത്ത് ബബിൾസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടിയിൽ നിന്ന് ലൈറ്റ് ഇടാൻ പറ്റും വേണമെന്നുണ്ട്. ഇപ്പം ഇത് തന്നെ, ഇപ്പൊ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ലൈറ്റേ ഉള്ളൂ അടിയിൽ നിന്ന്. ബട്ട് ആ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ഒരു നൈറ്റ് ക്ലബ് ലുക്ക് കിട്ടും. ഓ, ഈ സെയിം കളർ തന്നെയാണ് അതെ, സെയിം ആണ്.
പിന്നെ ഈ രാത്രിയിൽ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇടുമ്പോ എനിക്ക് തോന്നുന്നു വേറെ ഒരു വ്യൂ തന്നെയായിരിക്കും അല്ലെ, പൂളും ഇതുപോലെ സ്റ്റെയർ കേസിന്റെ കളറും എല്ലാം കൂടി വരുമ്പോ ഒരു രസം. വൈകിട്ടൊക്കെ പാർട്ടി വെക്കാൻ ഏറ്റവും നല്ലതാണ്. നല്ല അടിപൊളി ഓപ്ഷൻ ആണ്. അതുപോലെ ഇവിടെ ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണല്ലേ ലിഫ്റ്റ്? ലിഫ്റ്റ് ഉണ്ടെണ്ണം. അതെ, അത് ഇത്രയും ഹൈറ്റ്, ഇത്രയും വലിയ റൂംസ് ആയതുകൊണ്ട് നമുക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഓരോ ഫ്ലോറും ഏതാണ്ട് 14 ഫീറ്റിനടുത്ത് വരും. ഓക്കെ. ഇത് കഴിയുമ്പോഴത്തേക്ക് 13 ഫീറ്റ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പേസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുനിയേണ്ടി തോന്നുന്ന പോലെ തോന്നും. അത് കാരണം പൊക്കം കൂട്ടിയാക്കും. പക്ഷേ ഇടയ്ക്കുള്ള പ്രശ്നം ഇതാണ്, സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ നിന്ന് കഥയ്ക്കും. അത് കാരണം കൊണ്ട് നമ്മള് ലിഫ്റ്റ് എടുത്തു. അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോ നമുക്ക് ലിഫ്റ്റിൽ തന്നെ പോവാം. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ഓപ്പൺ എയർ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മുകളിലുണ്ട് ഒരു അടയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചുറ്റും, ഇത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, അതിന്റെ ചുറ്റും ഒരു 1 മീറ്റർ പൊക്കിയിട്ട് ഞാനൊരു റെയിലിംഗ് ഇട്ടിട്ട് ഒരു ഗ്ലാസിന്റെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് വന്ന് അടഞ്ഞോളൂ. അത് പക്ഷെ അടയ്ക്കേണ്ടി വരാറില്ല ഒരുപാടൊന്നും നമുക്ക്. ബിക്കോസ് ഈ ചെടി ഉള്ളതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട മഴ എങ്ങനെ വീണാലും ഈ ചെടിയിൽ വീണിട്ട് നേരെ വന്ന് വെള്ളത്തിൽ വീഴും. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുകളിലത്തെ ആണ് ഏറ്റവും ചെറിയ ഒരു ദ്വാരം. ഇത് അതിനേക്കാൾ ഇച്ചിരി വലുത്, താഴത്തെ പൂൾ അതിനേക്കാൾ വലുതാണ്. അപ്പം എങ്ങനെ വീണാലും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മഴ പെയ്താലും അപ്പൊ നമ്മൾ അത്ര ഇമ്പാക്ട് ചെയ്യില്ല. അപ്പൊ താഴെയാണെങ്കിൽ ഇല്ല, താഴത്ത് വന്നിട്ട് അത് നിറയും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ചെയ്ത് വേറൊരു ടാങ്ക് ഉണ്ട്, അതും നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകും. ഓ, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ മടിയനായതുകൊണ്ട് എല്ലാം നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അല്ല, മടിയനാണെങ്കിൽ ഇതൊക്കെ ഒരു ഐഡിയ ആണ്. ഇനി ഞാൻ ഇപ്പോഴും അതാണ് പ്രോസസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് ഇപ്പൊ നമ്മൾ അതുണ്ടാക്കി പൂളിന്റെ അതേ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മഴ പെയ്താലും എല്ലാം പുറത്ത് വീഴും. പുറത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ നടക്കുന്നത് പണിയാണ്. അപ്പം പണി നേരത്തെ കണ്ടിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഈ ഒരു പ്ലാൻ ഇട്ടത്. പക്ഷെ അതെന്തായാലും ബ്യൂട്ടിഫുള്ളി അത് പോർട്രേ ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതാണെങ്കിൽ ഇത് കാണാനും ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ നോക്കിയാലും മുകളിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റും. മഴ പെയ്താലും അതിൽ ഒത്തിരി ഇമ്പാക്ട് ഉണ്ടാവില്ല. ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ എളുപ്പമാണ്, പിടിക്കാനും മെയിൻ്റനൻസും കുറവായിരിക്കും. നമ്മൾ ആലോചിക്കേണ്ട പുറത്ത് കണ്ട മാറാൻ പാടില്ല. നമ്മുടെ നാട്ടില് ഇത് കർട്ടൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേലികളിലൊക്കെ വെക്കുന്ന ഒരു സാധനമാണ്. അത് നന്നായിട്ട് കിളിക്കും. ഇത് ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കിളിപ്പിക്കുകയാണെന്നുണ്ട് ഇവിടെ ഒരു 3 മന്ത്സ് കൊണ്ട് താഴത്ത് വരെ എത്തും. 3 മന്ത്സ് അല്ല, ഒരു 6 മന്ത്സ് കൊണ്ട് ആ വെള്ളത്തിൽ വന്ന് മുട്ടുന്ന ലെങ്ത്തിൽ കിട്ടും. ഇത് ശരിക്കും നമ്മളിപ്പോ ഒന്നും ചെയ്തിട്ടില്ല, അത് നമ്മൾ എന്തെങ്കിലും ഇതിന്റെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടോ? ഇതിനും ടൈമർ വെച്ചിരിക്കുകയാണ്. രാത്രി മാത്രമേ നനയ്ക്കത്തുള്ളൂ, രാവിലെ നനയ്ക്കില്ല. ബിക്കോസ് മുകളിൽ കൂടെ പൈപ്പ് വരുമ്പോഴത്തേക്ക് അത് ചൂടാകും. വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ചെടിയെല്ലാം പോകും. അത് കാരണം രാത്രി 8 മണിക്ക് നനയ്ക്കാൻ തുടങ്ങത്തുള്ളൂ. 8 മണിക്ക് ഒരു 3 മിനിറ്റ് പമ്പ് ചെയ്യും എല്ലായിടവും. അത് തനിയെ ഓട്ടോമാറ്റിക് മറ്റേ ഇത് ഡ്രിപ്പ് ഫീഡ് പോലെ വെച്ചിരിക്കുകയാണ്, ഒരു ടൈമർ വെച്ചിട്ട്. അപ്പോൾ അത് നേരെ പമ്പ് ചെയ്തോളൂ. പിന്നെ രാത്രി 12 മണി, രാവിലെ ഒരു 6 മണി, ആ 3 പ്രാവശ്യം ഇച്ചിരി വെള്ളം മാത്രം ഒഴിക്കും. അത് മതിയാവും ഇതിന്. ഓക്കെ, അപ്പൊ എല്ലാം ഒരു ടൈമറിലാണ്. മെയിൻ്റനൻസ് ഇതും അക്വേറിയത്തിന്റെ ലൈറ്റ് പോലും ടൈമറില്ല. അതിടാനായിട്ട് നമ്മൾ നടക്കണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ ഓരോ ടൈമിംഗ് ആണോ നമ്മൾ പിക്ക് ചെയ്ത് അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടൈമേഴ്സിന് എനിക്ക് തോന്നുന്നു ഒരു 1500 രൂപയ്ക്ക് നല്ല ടൈമർ കിട്ടും. അതൊരു 5 കൊല്ലമൊക്കെ ലാസ്റ്റ് ചെയ്യും ഈസി ആയിട്ട്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് 10-20 ടൈം വേണേലും സെറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, മിക്ക സാധനത്തിലും ഒരു 2-3 സെറ്റ് ചെയ്താൽ മതിയോ. ചേട്ടൻ തന്നെയാണ് ടൈമർ ഇലക്ട്രീഷ്യൻ വന്ന് ഫിക്സ് ചെയ്യും. അല്ല, അങ്ങനല്ല, നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് അപ്പൊ ചേട്ടൻ തന്നെയാണ്? അല്ല, ഞാൻ മാത്രമല്ല, അച്ഛനുണ്ട്. അച്ഛനും എഞ്ചിനീയറാണ്, വൈഫും എഞ്ചിനീയറാണ്, പുള്ളിക്കാരി IT എഞ്ചിനീയറാണ്. ആക്ച്വലി ഫാമിലി എങ്ങനെയാണ്? ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്, ലൈക്ക് ഇങ്ങനത്തെ ഇന്നോവേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ? എല്ലാം ഭ്രാന്തന്മാരാ. സത്യമായിട്ട് എല്ലാവർക്കും ഇതുപോലത്തെ കാര്യമൊക്കെ ഇഷ്ടമാണ്. പെറ്റ്സും ഇഷ്ടമാണ്, ഇതും നേച്ചർ ഇഷ്ടമാണ്, ഇതുപോലത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇഷ്ടമാണ് അല്ലേ?